ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വൈഫ് ഓഫ് ബ്യൂട്ടി മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം വെക്കേഷന് വന്നത് വണ്ടിയും കൊണ്ടായിരുന്നു. അപ്പം കാരണം എന്താണെന്നൊക്കെ പിന്നാലെ ഞാൻ പറയാം. ഇതിപ്പം നമ്മൾ ലഗേജൊക്കെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ലഗേജൊക്കെ നമ്മൾ വണ്ടി കയറ്റി അപ്പം രാവിലെ നമ്മളൊരു 4 മണിയാകുമ്പോഴത്തേന് തിരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് ആമസോണിൽ നിന്ന് നമ്മൾ എയർബഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ഡ്രൈവ് അല്ലേ, അപ്പോൾ പിള്ളേർക്ക് കിടക്കാനും ഒക്കെ ആയിട്ട് ഒരു എയർബഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛന് എയർ അടിച്ച് കയറ്റുവാണ്. ഇതുണ്ട് അത് നമ്മൾ സെറ്റാക്കി ഇതിൻ്റെ ബാക്കിലാണ് അതിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 2 പില്ലോസും കിട്ടും. പിന്നെ നമ്മൾ ലഗേജൊക്കെ സെറ്റാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള എല്ലാം സെറ്റാക്കി നമ്മൾ തലേന്ന് രാത്രി തന്നെ എല്ലാം വെച്ചു. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നു. കാരണം നാളെ രാവിലെ ഇവിടെ നിന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇത് എൻ്റെ വീടാണ്. അപ്പം ബാക്കി നാളെ രാവിലെ ഇനി നേരത്തെ കിടന്ന് വെച്ച് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വേണ്ട ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങി. എല്ലാവരും ഉണ്ട്, പപ്പയും നന്ദിയും അപ്പച്ചനും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ 4 മണിയായപ്പം തന്നെ ദൈവം സഹായിച്ചു ഇവിടുന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങാൻ പറ്റി. അവിടുന്ന് കയറിയപ്പോൾ മുതൽ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ. രണ്ടുപേർ ഇപ്പോഴും കിടന്ന് ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ. ഒരാൾ ദണ്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേറ്റ് വന്ന് നോട്ടമാണ്. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി എവിടെയെങ്കിലും കഴിക്കാനൊന്ന് നിർത്തണം. അപ്പം രാവിലെ ആയി വരുന്നതേ ഉള്ളൂ. മണി 6-6:30 ആവുന്നതേ ഉള്ളൂ സമയം. അപ്പം നമ്മൾ ഒരിടത്ത് തന്നെ ഇത് ഒരിടത്തൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് നിർത്തി. ഇത് പെരുമ്പാവൂറുള്ളൊരു ഹോട്ടലാണ് നമ്മളിപ്പം ഇറങ്ങിയിരിക്കുന്നത്. അവിടുന്ന് കഴിച്ചു വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെച്ച് പോകാമെന്ന് വെച്ചു. ഇവിടുന്ന് നമ്മൾ അപ്പവും കറിയൊക്കെ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് കഴിച്ചു വെച്ച് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. രാവിലെ യാത്ര തിരിച്ചുകൊണ്ടായിരിക്കും. അന്നൂസ് എഴുന്നേറ്റപ്പം മുതൽ വയറുവേദനിക്കുന്നു, വോമിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ വോമിറ്റൊന്നും ചെയ്തില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു വോമിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അവിടെ ഇറങ്ങിയപ്പം അവൾക്ക് വോമിറ്റൊന്നും ചെയ്യാൻ വരുന്നില്ല. പിന്നെ ചെറിയ രീതിയിലൊന്ന് ലൈറ്റായിട്ട് അവൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ് കയറിയപ്പം പറഞ്ഞ് ഞാൻ നീ കിടന്ന് ഉറങ്ങാൻ ഇച്ചിരി നേരം പറഞ്ഞ് അവളെ കിടത്തി ഉറക്കാനായിട്ട് ഞാൻ ബാക്കിലോട്ട് വന്ന് ഇരുന്നു. മോനുകുട്ടും ഫ്രണ്ടിൽ ഇരുന്നു. കിച്ചുമോൻ ഏതാണ്ട് അവൻ ഏതാണ്ടൊക്കെ പരിപാടിയും ചെയ്തുകൊണ്ട് ബാക്കിലിരിപ്പുണ്ട്. അപ്പൊ എന്തിനാ ഈ പ്രാവശ്യം നമ്മൾ വണ്ടിയും കൊണ്ട് നാട്ടിൽ വന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യം തുടങ്ങാം. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം 2 മാസം മുന്നേ എല്ലാ വർഷത്തെ പോലെ വെക്കേഷന് നമ്മൾ ട്രെയിൻ ബുക്കൊക്കെ ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. അപ്പം സാധാരണ നേരത്തെ ആയിരിക്കും ഞാൻ വരാറുള്ളത്. പുറകാലെയാണ് അച്ഛനും അമ്മയൊക്കെ വരുന്നത്. ഈ പ്രാവശ്യം ക്ലാസ്സൊക്കെ ലേറ്റ് ആയിട്ടാണ് തീർന്നത്. പിന്നെ വലിയവന് 9ലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കയറിയത് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ അതൊട്ട് നമ്മൾ നോക്കിയിട്ട് റിസർവ് ആവുന്നില്ല. അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തു. ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തപ്പോൾ ദണ്ട് കിടക്കുന്നു. പോകുന്നതിൻ്റെ നമ്മൾ വരാനിരിക്കുന്നത്, അതായത് മെയ് 6-നാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. മെയ് 4-ാം തീയതി വൈകിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഫ്ലൈറ്റ് ക്യാൻസലായെന്ന്. അപ്പോൾ അതും പോയി തരികിടയായി ഞങ്ങളുടെ കാര്യം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു വണ്ടി എടുത്തുകൊണ്ട് നാട്ടിലോട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നാട്ടിലോട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഡ്രൈവൊക്കെ ചെയ്തു. നമ്മളിപ്പം പോകുന്നത് നേരെ ഊട്ടിയിലോട്ടാണ്. അതായത് നമ്മൾ ബോംബെക്ക് പോകുന്ന വഴിക്കൊന്ന് ഊട്ടി ഒന്ന് കയറി ഒരു ദിവസത്തെ ഊട്ടിയിൽ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നുള്ള രീതിയിലാണ്. അപ്പം
കുറച്ചു നേരം ഞാനും ഇടയ്ക്കൊക്കെ ഓടിച്ചു. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്നാലും അച്ഛൻ അവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്കൊന്നും എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. ഭാര്യമാർ ഓടിക്കുമ്പോൾ അപ്പുറത്തെ ഭർത്താവ് ഇരുന്നാൽ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടേയിരിക്കും. അവരോടിക്കുമ്പോൾ പക്ഷെ നമ്മൾ മിണ്ടാൻ പാടില്ല. എന്തായാലും കുറച്ചു നേരമൊക്കെ ഓടിച്ചു. അപ്പം നമ്മൾ നേരെ ഊട്ടിക്ക് വിടാന്നുള്ള പ്ലാനിങ്ങിലാണ് യാത്ര. നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് ഇവിടെ ഒരു ചൂട് കടയെന്ന് കണ്ടപ്പം അവിടെ ഒന്ന് നിർത്തി. നമ്മൾ ഒന്ന് ചൂട് കാപ്പിയൊക്കെ ഒന്ന് കുടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നിർത്തി വണ്ടി. ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ നിർത്തിയാണ് നമ്മൾ പോകുന്നത്. പിള്ളേരെയും കൊണ്ടൊക്കെ പോവല്ലേ. അപ്പം ഇവിടെ വന്നപ്പോഴത്തേന് സമയം 8:30 മണിയായി. അപ്പം പിന്നെ നമ്മൾ ഇവിടുന്ന് ചൂട് കാപ്പിയും പിന്നെ പിള്ളേർക്ക് ചെറിയ പലഹാരങ്ങളും ഒക്കെ കഴിച്ചു. പിന്നെ മമ്മി ഞങ്ങൾക്ക് രാവിലെ വാട്ടയപ്പം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതും അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ വീണ്ടും നമ്മൾ അവിടുന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഒരിടത്തു നിന്ന് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു വെച്ച് നമ്മളിവിടെ നിന്ന് വിശ്രമിച്ച് വെച്ച് പോകാമെന്ന് വെച്ച് നമ്മളൊരു ആലിൻ്റെ ചുവട്ടിൽ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. വണ്ടി ഒരു തണുത്തിട്ടിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് വെച്ച് ഇവിടെ കുറച്ചു നേരം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടു. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഒത്തിരി തെങ്ങിൻ തോപ്പുകൾ ഉണ്ട് ഇവിടെ കേട്ടോ. ഒത്തിരി തെങ്ങിൻ്റെ കൃഷിയുണ്ട്, അതുപോലെ തന്നെ ചോളത്തിൻ്റെ കൃഷിയുണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അതുപോലെ പലയിടങ്ങളിലും അമ്പലങ്ങളുണ്ട്. ഇതൊരു അമ്പലമാണ്. അപ്പം ഒത്തിരി അമ്പലങ്ങളൊക്കെ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് കണ്ടു. പിന്നെ ചെറിയ ചെറിയ റോഡുകളാണ്. അങ്ങനെ വിൻഡ് മില്ലുകൾ, അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ. ഇതിപ്പം നെക്സ്റ്റ് ചെക്ക് പോസ്റ്റിലായി നമ്മളെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ ചുരം കയറാനായിട്ട് പോവാണ്. കുറേ ചുരം കയറിയതിന് ശേഷമാണ് നമ്മൾ ഊട്ടിയിലെത്തത്തുള്ളൂ. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ചുരം കയറാനായിട്ട്. അപ്പം നമ്മളങ്ങനെ വഴിയിലൊന്നും വണ്ടി അങ്ങനെ നിർത്തിയിടരുതെന്നൊക്കെ നമ്മളോട് പറയാം അവിടെ നിന്ന് താഴേന്ന്. അങ്ങനെ അധികം നേരം വണ്ടിയൊന്നും നിർത്തി റോഡ് ക്രോസ് ചെയ്ത് ആനകളൊക്കെ ഇറങ്ങി വരും. കാട്ടിക്കൂടൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം ആനയും കാട്ടുപോത്തും വരുമെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ കയറി പോകുന്ന സമയത്ത് തന്നെ വലിയ വലിയ ബസ്സുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അധികം നമുക്കെങ്ങും സ്റ്റോപ്പ് ചെയ്തിടാനോ ഒന്നും സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഇച്ചിരി വീതിയുള്ള റോഡിലൊക്കെ ആയിരിക്കണം. എന്നാലും അധികം നേരം നമുക്ക് അവിടെ നിർത്തിയിടരുതെന്ന്, പ്രത്യേകിച്ച് സ്കൂട്ടറിലെ ബൈക്കിലൊക്കെ വരുന്നവരോട് വലിയ വണ്ടിയുടെ പുറകെ പൊയ്ക്കോളാനാണ് ഇവർ പറയുന്നത്. അപ്പം ചിലയിടങ്ങളിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് ഈ ചുരം കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ കാണാം. ഈ കൃഷി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചിരിക്കും. സൂര്യനെ കൈതൊടാ ഗോപുരം തേടി തിങ്കളിൽ തൂമുഖം നോക്കി. ഊട്ടിക്കിനി 20 കിലോമീറ്ററൂടെ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് കുറച്ചെത്തിയപ്പം തന്നെ ട്രെയിനിൻ്റെ സ്റ്റേഷൻ കണ്ടു. അപ്പോൾ ഈ ട്രെയിനിൽ കയറാനുള്ള ഒരു വലിയ മോഹത്താലാണ് നമ്മൾ ഊട്ടിയിലെത്തിയത് തന്നെ.
അങ്ങനെ ലാസ്റ്റിൽ നമ്മൾ നമ്മുടെ ഊട്ടിയിലെ ഹോട്ടലിലെത്തി. ഈ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സ്കൈഡേൽ ട്രിബോ എന്ന് പറയുന്ന ഹോട്ടലാണ്. അപ്പം ഇത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഹോട്ടലിൻ്റെ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ചെറിയ രീതിയിലുള്ള ചെറിയൊരു പ്ലേ പാർക്ക് പോലെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ലഗേജൊക്കെ എടുത്തുണ്ട്. ലഗേജ് നമ്മൾ അധികമൊന്നും എടുക്കുന്നില്ല. ഞാൻ 2 ഞാൻ ഡ്രസ്സ് എടുത്തേക്കുന്നത്. നമുക്ക് ഇന്നത്തേനുള്ള ഡ്രസ്സും നാളത്തേന് നമുക്ക് 1 ഡേ ഒന്ന് കറങ്ങാനുള്ള ഡ്രസ്സും സെപ്പറേറ്റ് ബാഗിലാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ബാക്കി ലഗേജൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ വെച്ചു, എല്ലാം കൂടെ ഇറക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ റൂം. ഇതിൻ്റെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിലെ കാഴ്ചയാണ് ഇവിടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ. ഇനി നാളെ നമ്മൾ ഇനി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പം അടുത്ത വിശേഷം അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പം ടേക്ക് കെയർ ഓൾ, ബൈ.